ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണല്ലോ. അപ്പോൾ വിചാരിച്ചു ശരി ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാലോ എന്ന്. ശരി, അപ്പോൾ ഇന്നിപ്പോൾ എണീക്കുമ്പോൾ തൊട്ടുള്ളത് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഇന്ന് 8 മണിക്കൊക്കെ എണീക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇന്ന് സ്കൂളും ഓഫീസും ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഡീസൻ്റായിട്ട് ഞാൻ 6:45 എണീറ്റിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതായത് 6:45 എണീറ്റപ്പോൾ കുറച്ചും കൂടി കിടക്കാമെന്ന് പറഞ്ഞപ്പോൾ പറ്റുന്നില്ല. ഉണർന്നു കഴിഞ്ഞപ്പോൾ പിന്നെ കിടക്കാൻ വയ്യ. അപ്പം എന്നാൽ ശരി, എണീറ്റ് തന്നെ വരാമെന്ന് വിചാരിച്ചു. കാരണം ഇന്നലെ 11:30 കിടന്നപ്പം ഇന്ന് ഞായറാഴ്ച ആണല്ലോ എന്നുള്ള വിചാരത്തിൽ ഇന്നലെ ഫോണൊക്കെ കണ്ടിട്ടിരുന്നു. ഞാനും അവനും കേട്ടോ. അവനിപ്പോൾ എണീറ്റിട്ടില്ല. അങ്ങനെ രണ്ടുപേരും കൂടി ഫോണൊക്കെ കണ്ട് 11:30 വരെ കിടന്നു. ഇന്ന് 8 മണിക്ക് എണീക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നോക്കുമ്പോൾ ഇന്ന് 6:30 ഉണർന്നു. പിന്നെ 6:45 ഞാൻ എണീറ്റ് വരികയും ചെയ്തു. അപ്പം ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് ആവാലോ എന്നും വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കാം. എണീറ്റ് വന്നിട്ട് ബ്രഷിൽ പല്ല് തേക്കാനായിട്ട് ബ്രഷിൽ പേസ്റ്റൊക്കെ തേച്ച് നമ്മുടെ വാതിൽക്കൽ വന്നിങ്ങനെ ഇരിക്കുക. ഉമ്മർപടി അല്ല കേട്ടോ, ഉമ്മർപടീൻ്റെ താഴെ നമ്മുടെ ചെറിയ 2 സ്റ്റെപ്പ് ഉണ്ടല്ലോ, ആ സ്റ്റെപ്പിൽ ഇങ്ങനെ വന്നിരിക്കുക. നല്ല സുഖം ഉണ്ടോടെ ഇരിക്കാനേ. അതായത് തണുപ്പ്, ഒരു ചെറിയ തണുപ്പ് ഇങ്ങനെ വരുന്നുണ്ട്. അതുകൊണ്ട് നല്ല സുഖം ഇരിക്കാൻ. അപ്പുറത്ത് നമ്മളെ വീടിൻ്റെ മറവിൻ്റെ അവിടെ മാത്രം തണലും, കുറച്ചപ്പുറത്ത് വെയിലും ആണ്. ഇവിടെ വേഗം വെയിലും വരും, വേഗം വെയിൽ താഴുകയും ചെയ്യും. ഈ മലയായതും കൊണ്ട് മലയുടെ അപ്പുറത്തുനിന്ന് സൂര്യൻ കണ്ട് വരുമ്പോഴേക്ക് വെയിൽ വരികയും ചെയ്യും. മലയുടെ ആ ഒരു മുനമ്പില്ലേ, അപ്പുറത്തു നിന്നാണ് മറയുമ്പോഴേക്ക് വെയിൽ താഴുകയും ചെയ്യും. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. മലഞ്ചെരിവൊക്കെ ആയതും കൊണ്ട് ഞാൻ പല്ല് തേച്ചിട്ട് വരാം കേട്ടോ. പറ്റുന്നിടത്തോളം എന്താണ് വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പം പല്ല് തേക്കട്ടെ. പിന്നെ ഒരു കാര്യം എന്താ പറയുക പറഞ്ഞാൽ, ഇന്നലെ വൈകുന്നേരം തൊട്ട് എൻ്റെ ഗ്യാസ് കത്തുന്നുണ്ട്, ചെറിയതായിട്ട് കത്തുന്നുള്ളൂ. അപ്പം ഞാൻ അതിൻ്റെ ബർണറൊക്കെ ഊരി കൊടുത്തിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഒന്ന് കഴുകി നോക്കട്ടെ. കുത്തി നോക്കിയിട്ട് ശരിയായില്ല. അപ്പം ഇനി ഒരു പഴയ ബ്രഷ് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഈ ബ്രഷ് ഇട്ടിട്ട് ഒന്ന് തേച്ചരച്ച് കഴുകി നോക്കട്ടെ, അപ്പോഴെങ്കിലും ശരിയാവുമെന്ന്. അത് മറ്റേ ചെറിയ കുറ്റിയും ഒരു വലിയ കുറ്റിയാണ് ഇവിടെ ഗ്യാസ് കുറ്റി ഉള്ളത്. അപ്പോൾ ഞാൻ ഇപ്പോൾ രാവിലെ ചെറിയ കുറ്റി ഒന്ന് ഫിറ്റ് ചെയ്ത് നോക്കട്ടെ. മറ്റേ ഗ്യാസ് കഴിഞ്ഞിട്ടായിരിക്കുമെന്ന് വിചാരിച്ച് ചെറിയ കുറ്റി ഫിറ്റ് ചെയ്തു. ചെറിയ കുറ്റി ഫിറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഗ്യാസ് സൂന്ന് വരുന്നു കുറ്റീൻ്റെ ഉള്ളിൽ നിന്ന്. ഇനി എന്താ ചെയ്യാമെന്നും പറഞ്ഞിട്ട് അങ്ങ് നിൽക്കുക. നമുക്കാണെങ്കിൽ ഇവിടെ ആരടുത്താ ചോദിക്കുക, ആരപ്പോൾ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയവരൊന്നും ആരും അങ്ങനെയൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ശരി പറ്റാവുന്നിടത്തോളം തനിയെ നോക്കാം. എന്തായാലും ചെറിയ കുറ്റി ഗ്യാസ് അല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് അറിയാം, അതിൻ്റെ കുറ്റീൻ്റെ ഭാഗത്തുനിന്നല്ലേ വരുന്നത്. ഞാൻ അമർത്തി പിടിച്ചിട്ടാണ് നിന്നിട്ട് അതിൽ മുകളിൽ വെയിറ്റുള്ളൊരു സാധനം വെച്ചിട്ട് പിന്നെ ഓൺ ചെയ്ത് നോക്കി. അപ്പോൾ ഏകദേശം സെറ്റായിട്ടാണ്. അമർത്തി ശരിക്കൊക്കെ വെച്ചിട്ടുണ്ട്, എങ്കിലും തുറക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടി ഗ്യാസ് വരുമായിരുന്നേ. ഇപ്പം ശരിയായി. ഇനി ഗ്യാസ് കത്തുന്നതും കൂടി ഒന്ന് ശരിയാക്കണം. എന്താ പറ്റിയെന്ന് അറിയണില്ല. ഇങ്ങനെ കുഞ്ഞി നാളത്തിൽ കത്തിയിട്ട് എപ്പോൾ ഭക്ഷണമാവാനാ. അപ്പം ഞാനതൊന്ന് കഴുകി നോക്കിയിട്ട് ഒന്ന് കത്തിച്ചൊക്കെ ഒന്ന് നോക്കട്ടെ. വളരെ കഷ്ടപ്പെട്ട് ഗ്യാസ് ഒരുവിധം ഇങ്ങനെ കത്തിക്കാന്നുള്ള പാകത്തിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അമ്മോ, ഇനിയെങ്കിലാണ്ട് ശരിയായാൽ മതിയായിരുന്നു. ഞാനിത് തുടച്ചിട്ടും കഴുകിയിട്ടും കോലിട്ട് കുത്തിയിട്ടും എന്തൊക്കെയോ ചെയ്ത് ഗ്യാസ് കത്തിച്ചു. അമ്മോ, ചോയ് എനിക്ക് സമയം 8 മണിയായി. ഇനി 5 മിനിറ്റ്. എത്രാമത്തെ 5 മിനിറ്റ് അറിയോ? രണ്ടാമത്തെ 5 മിനിറ്റാ. എനിക്ക് എല്ലാവരും എണീറ്റതാ, എല്ലാവരും കളിക്കണം. നീ മാത്രം കിടന്നുറങ്ങണം. ഞാൻ കുറച്ച് പാത്രം കഴുകിയിട്ട് വരാം കേട്ടാ. അച്ചൂസിനെ വിളിച്ചോണ്ടിട്ട് ഞാൻ ഇനി പാത്രം കഴുകാൻ പോവാണ്. അപ്പോൾ ഈ ഒരു വട്ടപാത്രം ഉണ്ടല്ലോ, ഈ വട്ടപാത്രത്തിൽ കഴുകിയിട്ടിട്ടാണ് ഞാൻ കൊണ്ടുവരിക കേട്ടോ. കാരണം നമുക്കിവിടെ വാഷ് ബേസിനൊന്നും ഇല്ലയെന്ന് ഞാൻ പറയല്ലേ. അപ്പോൾ മുറ്റത്ത് വെച്ചാണ് കഴുകുക. അപ്പോൾ കഴുകിയിട്ട് നിലത്ത് വെക്കണ്ടേ, നിലത്ത് വെക്കുന്നതിന് പകരം ഞാൻ ഇതിലിട്ടിട്ട് കൊണ്ടുപോകും. പാത്രം കഴുകാൻ ഇരുന്നപ്പോൾ തന്നെ നമ്മുടെ അച്ചൂസ് എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. പല്ല് തേക്കുകയാണ്. ഇന്നലെ ഡ്രസ്സിൻ്റെ ഉള്ളിൽ വണ്ട് കയറി എന്നും പറഞ്ഞിട്ട് ബനിയൻ അയച്ചിട്ടിരിക്കുക. അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ഇവനെ ഡ്രസ്സ് അയച്ചിട്ടിട്ട് കാണുകയില്ല അച്ചൂസിനെ. അവന് ബനിയൻ ഇടാതെ നടക്കാറില്ല. അതുകൊണ്ടിട്ടാ. നന്നായി കഴുകണേ കേട്ടോ. കാലിലൊക്കെ ചളിയായിടാ മുറ്റത്തുനിന്ന് കഴുകിയിട്ട്. അയ്യോ, നമ്മുടെ കാവക്കാരനും ഇവിടെ വന്ന് കിടക്കണ്ടല്ലോ. എടാ, ഞാൻ പാത്രം കഴുകാൻ വന്നിരിക്കാൻ വന്നതാടാ. എന്താടാ വിശേഷം? എന്താ വിശേഷം?
എടാ ചെറുക്ക, നീ കാവലിരിക്കുവാണോടാ ഞങ്ങൾക്ക്? ആണോടാ? നന്ദി കേശം കിടക്കുമ്പോലെ നായ്ക്കൊക്കെ ഉണ്ട് ഈ സ്വഭാവം. നമ്മുടെ ഷാഡോയും കിടക്കും ഇതേപോലെ. അച്ഛമാ, ഇതേ കഴുകി വെച്ച പാത്രങ്ങൾ കുറച്ചെടുത്തിട്ട് പോവാ. എന്നാ ബാ. ഇത് ഈ പാത്രത്തിൽ എടുത്തിട്ട് വെക്കും, ഈ ഓറഞ്ച് പാത്രം. അടുക്കള കൊണ്ട് വെക്കണേ കേട്ടാ. ഓക്കെ. ബാക്കി ഞാൻ കൊണ്ടുവരാം, ഇരുന്നോ. ആ പാത്രങ്ങൾ അവനും, പിന്നെ ബാക്കി ഇത്രയും പാത്രങ്ങൾ ഞാനും എടുത്തുകൊണ്ട് വന്നു കേട്ടോ, കഴുകിയിട്ട്. പിന്നെ ഇതെന്താന്ന് വെച്ചാൽ ഇന്നലെ രാത്രി പൈപ്പിൽ വെള്ളം വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഒന്നിടവിട്ടാണ് അധികം വെള്ളം വരിക. അപ്പം അടുത്ത ബാലൻസ് വെള്ളം ഇന്ന് പൈപ്പിൽ വരുന്നുണ്ട്. പാത്രം കഴുകിയപ്പോൾ ബക്കറ്റ് ഒഴിഞ്ഞു. അപ്പോൾ ഇതെന്താ ചെറിയ നൂല് പോലെ വരുന്നു, അങ്ങനെ നിറഞ്ഞോളൂ. ഇത് എപ്പോഴും പൈപ്പിലത്തെ ഫ്രഷ് വെള്ളം കിട്ടുമ്പോൾ അതൊരു രസമല്ലേ. ഇന്ന് രാവിലെ തന്നെ ഞങ്ങൾ കഴിക്കുന്നത് പാലും ബിസ്ക്കറ്റുമാണ് കേട്ടോ. ഹോർലിക്സ് ചേർത്തിയിട്ടുണ്ട്. അപ്പോൾ അവന് മിൽക്കി ബിക്കീസും എനിക്കിത് ആരോ റൂട്ടും പതിവ് പോലെ തന്നെ. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ അമ്പലത്തിൽ പോകാൻ വിചാരിക്കുന്നുണ്ട്. ഇവിടെ മേലെ മലമുകളിലുള്ള ഒരു അമ്പലത്തിൽ. അപ്പം എന്താ ഇത്ര വൈകിട്ട് അമ്പലത്തിൽ പോകണമെന്ന് വിചാരിക്കേണ്ട. സമയം ഇപ്പോൾ 8:45 ആയിട്ടുണ്ട്. 8:45 ആയിട്ടില്ല, 8:30 കഴിഞ്ഞു. അപ്പോൾ ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ പോകാമെന്നാണ് വിചാരിക്കണേ. എന്തത്ര വൈകിട്ട് പോകണമെന്ന് വെച്ചാൽ എന്തായാലും മലമുകളിൽ കാടല്ലേ. ആ കാടിലേക്ക് ഒന്നാമത് നേരത്തെ കാലത്തെ പോകാൻ കഴിയില്ല. അവിടെ പുലിയൊക്കെ ഉള്ളതാണ്. നമ്മുടെ നരസിംഹമുക്കിൻ്റെ സൈഡും ഈ ഭാഗത്തേക്കൊക്കെ പുലി ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പം നേരത്തെ കാലത്തെ പോകാൻ കഴിയില്ല. പിന്നെ കുറച്ച് ദൂരം അങ്ങോട്ട് മേലേക്ക് കയറേണ്ടതും കൊണ്ട് ഒന്നും കഴിക്കാതെ പോകാനും കഴിയില്ല. അപ്പം എന്തെങ്കിലും ഒന്ന് കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പാലും ബിസ്ക്കറ്റും കഴിക്കുന്നത്. വന്നിട്ട് ഇനി ആഹാരം ഉണ്ടാക്കിയിട്ട് വേണം കഴിക്കണമെങ്കിൽ. ചിക്കൻ കറി ഉണ്ട് ഇന്നലത്തെ. അപ്പോൾ രാവിലെ ആഹാരം കഴിച്ചിട്ട് പോകണ്ടല്ലോ, അപ്പോൾ എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്നും പറഞ്ഞിട്ടാണ് പാലും ബിസ്ക്കറ്റും എടുത്തത്. അപ്പോൾ കഴിച്ച് ഞാൻ കുളിച്ച് റെഡി ആയിട്ട് വരാമേ. എന്തേലും വേണോ? ശരി തരാം, ബാ. കമോൺ ബേബി. ആ ശരി. ഇതെന്താ പാലിൻ്റെ ആട? തരാം. എന്തേ തിന്നോട്ടാ. ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് വരാമേ. ഓക്കെ. ഞാനും അച്ഛസും കൂടി അമ്പലത്തേക്ക് ഇറങ്ങി. അപ്പോൾ ദൂരം അങ്ങോട്ട് കുറേ പോകണം. അതുകൊണ്ട് ആ മലയുണ്ടല്ലോ, ആ മലയുടെ ആ പകുതിയോളം എത്തണം കേട്ടോ അമ്പലത്തേക്ക്. അപ്പോൾ അത് നല്ല റോഡൊക്കെ ഉണ്ട്, അതുവരേക്ക് നല്ല റോഡൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ അച്ചൂട്ടി ഉണ്ടല്ലോ, ഞാൻ ഈ വാങ്ങിയ പൊട്ട് അല്ല, ഞാൻ ഈ തൊട്ട പൊട്ട് വാങ്ങിയ പൊട്ടല്ലല്ലോ. ഇതുണ്ട് സ്റ്റാർ, പിന്നെ കാതിലിട്ട കമ്മൽ, ഇതൊക്കെ നമ്മുടെ അച്ചൂട്ടി വാങ്ങി തന്നതാണ് എനിക്ക്. ഇവനിങ്ങനെ കേട്ടോ, എവിടെയെങ്കിലും പുറത്തൊക്കെ പോവുകയാണെങ്കിൽ എനിക്ക് പറ്റിയ എന്തെങ്കിലും സാധനങ്ങളുണ്ടെങ്കിൽ അവൻ വാങ്ങിയിട്ട് വരും. അതുപോലെ അന്നൊരു ദിവസം എന്താ വെച്ചാൽ നീ കൊടുന്ന് തന്നത് മൈലാഞ്ചി. മൈലാഞ്ചി. പിന്നെന്താ കൊടുന്നേ? കൺമഷി. കൺമഷി. ഇമാതിരി നമ്മൾ ലേഡീസ് ഉപയോഗിക്കുന്ന സാധനങ്ങൾ അവൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് അവൻ എനിക്ക് കൊണ്ടു തരും കേട്ടോ. അപ്പോൾ ഇത്ര ചെറുപ്പത്തിൽ തന്നെ അവൻ അതൊക്കെ ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞിട്ടൊന്നുമല്ല, അവൻ കാണുമ്പോൾ അങ്ങനെ കൊണ്ടുവരുന്നതാണ്. ഇപ്പോൾ സെലക്ട് ചെയ്യാനൊന്നും അത്രയ്ക്ക് അവന് ആയിട്ടില്ലല്ലോ. അപ്പോൾ ഇത് ഇഷ്ടപ്പെടുണ്ടാവും എന്നുള്ളൊരു ധാരണയിൽ അവൻ വാങ്ങണതാണ്. ഞാൻ ഇങ്ങനത്തെ പൊട്ടൊന്നും തൊട്ടിട്ടില്ല ഇതുവരെ. ദീപം കൊണ്ടുവന്നതിന് ശേഷമാണ് ഞാൻ ഇങ്ങനത്തെ പൊട്ടൊക്കെ തൊടാൻ തുടങ്ങിയത്. ഇതുണ്ടോ സ്റ്റാറാണ്. ഇത് സ്റ്റാർ അച്ചു? സ്റ്റാർ. കമ്മലുണ്ടോ? നന്നായിട്ടുണ്ടോയെന്ന് ചോദിക്കാരടുത്ത്. നന്നായിട്ടുണ്ടോ? ഞാൻ അമ്മയ്ക്ക് വാങ്ങിക്കൊടുത്ത് നന്നായിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പതുക്കെ എന്നാൽ മുകളിലേക്ക് കയറട്ടെ കേട്ടോ. ഇതാണ് ഞങ്ങൾ പോണ വഴി. ഇപ്പോൾ നല്ല വെയിൽ കണ്ടില്ലേ. ഇപ്പോൾ സമയം 9:15 ആയിട്ടുള്ളൂ. പൊരിയുന്ന വെയിലാണ്. അതുകൊണ്ടാണ് ഈ കുടയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പോണത്. നല്ല റോഡ്, ഒരു പകുതി വരേക്ക് നല്ല റോഡുണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ സാധാ മണ്ണ് റോഡാണ്. ഞങ്ങളിതേ അമ്പലത്തിൻ്റെ മുറ്റത്ത് എത്താറായിട്ടാ. ഒരുവിധം നല്ലോണം ക്ഷീണിച്ചിട്ടുണ്ട്. അതായത് ആ കയറ്റം ഇങ്ങോട്ട് കയറി വരണ്ടേ, എന്നിട്ട് തന്നെ ഒരു വഴിയിൽ നിന്നൊക്കെയാണ് ഇങ്ങോട്ട് കയറി എത്തിയത്. അപ്പം ഇനി പ്രാർത്ഥിക്കട്ടെ. ഇപ്പോൾ ഒന്നും പോവില്ല. അവിടെ പോയി അമ്പലത്തിൻ്റെ മുറ്റത്ത് ഇരുന്ന് ക്ഷീണമൊക്കെ മാറ്റിയ ശേഷം പതുക്കെ പോവുള്ളൂ. നല്ല രസമാട്ടോ അവിടെ മുറ്റത്ത് ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഒന്ന് പ്രാർത്ഥിക്കട്ടെ.
ഇവിടെ 2 അമ്പലമാണുള്ളത്. ഒന്നിപ്പോൾ കാണിച്ചില്ല അച്ചൂട്ടി, അത് പിന്നെ ഒന്ന് കുറച്ച് മുകളിലും. അപ്പോൾ അതേ കുട നമ്മൾ അവിടെ മരത്തിൽ കൊളുത്തി വെച്ചിട്ടുണ്ട്, നമ്മുടെ കാലം കുട. ഇനിയിപ്പോൾ ഇവിടെ തണലല്ലേ, അതുകൊണ്ട് മറ്റേ അമ്പലത്തേക്ക് കയറാം കേട്ടോ. അവിടെ നിന്ന് നോക്കി നമുക്ക് ഇവിടേക്ക് കാണാം. ഒരു കുറച്ച് ദൂരം അത്രയേ ഉള്ളേ. അങ്ങനെ അമ്പലത്തിലെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഈ അമ്പലത്തിൻ്റെ തിണ്ടിൽ കയറി ഇരിക്കുകയാണ്. ഈ വരാന്ത പോലെയുള്ള സ്ഥലം എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ഇതുണ്ടോ, ഇതുപോലെ ഒരു വരാന്ത നമ്മുടെ വീടിനുണ്ടായിരുന്നെങ്കിലോ എന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. നല്ല രസമുണ്ടല്ലേ കാണാൻ. എന്നിട്ട് ചാണകമൊക്കെ മെഴുകിയിട്ട് അങ്ങനെ വേണം. പണ്ട് കാലത്ത് നമ്മളൊരു വീട്ടിൽ താമസിച്ചിരുന്നപ്പോൾ അങ്ങനത്തെ ഒരു വീട്ടിൽ താമസിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് കേട്ടോ. ചാണകമൊക്കെ മെഴുകിയിട്ട് നല്ല സൂപ്പറായിരുന്നു. നല്ല രസമല്ലേ. ഇതൊരമ്പലാന്ന്. അമ്പലത്തേക്കാണല്ലോ നമ്മൾ വന്നത്. അമ്പലത്തിൻ്റെ ഫ്രണ്ട് സൂപ്പർ. ഒരു കാര്യം ചെയ്താലോ അച്ഛാ, നമ്മളെന്തായാലും ഇവിടെ വെറുതെ ഇരിക്കുകയല്ലേ, നമുക്ക് ലൈവ് ഇട്ടാലോ? ലൈവ് ഇടാ. എന്നാൽ ഞങ്ങളൊന്ന് ലൈവിൽ കയറട്ടെ കേട്ടാ. അമ്പലത്തിൽ നിന്നൊക്കെ നമ്മൾ തിരിച്ച് വരുന്ന വീഡിയോ ഒന്നും പിന്നെ നമ്മൾ എടുത്തില്ല. വീഡിയോ ലോങ്ങായി പോകുമല്ലോ, പിന്നെ അതൊന്നും വേണ്ടെന്ന് വിചാരിച്ചു. വന്നിട്ട് വേഗം വിശക്കണുണ്ടായിരുന്നു. അപ്പോൾ വേഗം ഇപ്പോഴും വിശക്കണുണ്ട് കേട്ടോ, വിശക്കണുണ്ടായിരുന്നില്ല. അപ്പോൾ വേഗത്തെ നെയ്ച്ചോറിൻ്റെ അരി ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നെയ്ച്ചോറിൻ്റെ അരി എടുത്തിട്ട് കുക്കറിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെള്ളമൊക്കെ വറ്റി സെറ്റായി കറക്റ്റായി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ വറവിടാൻ വേണ്ടിയിട്ട് നമ്മൾ മുന്തിരിയും ഇതെന്താ കുറച്ച് മുന്തിരി ഉണ്ട്. കാഷ്യൂനട്ട് കുറവാണ്. അപ്പം ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ടൊന്നുമില്ല. വിചാരിച്ചാണെങ്കിൽ ഇന്നലെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ കുറച്ച് മുന്തിരി കുറച്ച് കാഷ്യൂനട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് നെയ്യ് ഒക്കെ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഗ്യാസ് ഇപ്പോഴും ശരിയായിട്ടൊന്നുമില്ല, ചെറിയൊരു ചൂടിലാണ് കത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റിൽ വേവിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. മുന്തിരി കാഷ്യൂനട്ടും റെഡി ആയിട്ടുണ്ട്. മുന്തിരി ഇത് വീർത്ത് വന്നു. ഇനി അത് കോരിയിട്ട് നമുക്ക് ആ ചോറ് പാത്രത്തേക്ക് ഇട്ട് കൊടുക്കാം. ഉള്ളിയും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കണമല്ലോ, അതുകൊണ്ട് എളുപ്പപ്പണിയാണ് ഞാൻ ചെയ്യുന്നതൊക്കെ. കാഷ്യൂനട്ട് അവിടെ ഇരിക്കട്ടെ. കാഷ്യൂനട്ടും അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഉള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഉള്ളി നമ്മൾ മൂപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുണ്ട്, നല്ല ബ്രൗൺ കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത്രയും ബ്രൗൺ ആവാൻ വേണ്ടിയിട്ട് ഒരു ഐഡിയ ചെയ്താൽ മതി. അതായത് കുറച്ച് ഉപ്പ് വെതറുക, അതിൻ്റെ മേലെ കുറച്ച് പഞ്ചസാരയും കൂടി വെതറുക. അപ്പം ഇത് ഇങ്ങനെയായി കിട്ടും. ഇനി നമുക്ക് ചോറിക്ക് ഇട്ട് എടുക്കാം. അടുക്കളയുടെ കോലൊന്നും നോക്കണ്ട കേട്ടോ, അതൊക്കെ ഒരു സെറ്റപ്പിൽ വെച്ചിരിക്കുകയാണ്. എനിക്കങ്ങനെ അടുക്കി ഒതുക്കി വെക്കാനൊന്നും അറിയില്ല എന്ന് ഞാൻ പറയാറില്ലേ. അതേപോലെ തന്നെ ചെറുപറാൻ തെറ്റിയിരിക്കുകയാണ്. കണ്ട ചെറുതും വലുതും സ്ഥാനം തെറ്റിയും ഒക്കെ വെച്ചിട്ടുണ്ട്. എങ്ങനെ വെക്കേണ്ടതെന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെ നമ്മുടെ ഇതാ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വിശന്നിട്ട് നിൽക്കുക, ഒന്ന് കഴിക്കട്ടെ. കഴിച്ചാലോ? കൈ കഴിയോ? ഓക്കെ, ഇതാ കഴിച്ചോ. മുന്തിരിയൊക്കെ ഉണ്ടാവും കേട്ടോ ഇടയിൽ. മുന്തിരി കാഷ്യൂനട്ടൊക്കെ ഉണ്ടാവും. സമാധാനമായി, കഴിച്ചു. അതാ കഴിക്കുന്ന വീഡിയോ എടുക്കാനുള്ള ക്ഷമയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. വിശന്നിട്ട് രാവിലെ അമ്പലത്തിൽ പോയപ്പോൾ ഒരു ഗ്ലാസ് പാല് മാത്രം കുടിച്ചിട്ട് പോയതല്ലേ, ഒരു 3-4 ബിസ്ക്കറ്റും. സമാധാനമായി കഴിച്ചപ്പോൾ. ഇനിയിപ്പോൾ ഈ പാത്രം കഴുകണമെങ്കിൽ മുറ്റത്ത് പോയി കഴുകാൻ കഴിയില്ല. അവിടെ പൊരിയണ വെയിലാണ് മുറ്റത്ത്. നമുക്ക് അകത്ത് വാഷ് ബേസിനൊന്നും ഇല്ലല്ലോ.
അപ്പോൾ ഞാൻ എന്താ ചെയ്യുക പറഞ്ഞാൽ നമ്മൾ രാവിലെ പാത്രം കഴുകി കൊടുക്കുന്നൊരു പാത്രമല്ലേ ഒരു ഓറഞ്ച് അതിലിട്ട് വെക്കാട്ടാ ചെയ്യുക കഴുകാനുള്ളതൊക്കെ. എന്നിട്ട് പിന്നെ വെയിലാറിയ ശേഷം ഇരുന്ന് കഴുകും. ഇതാണ് ആ പാത്രം. വൈകി ഇരിക്കട്ടെ പ്ലേറ്റ്. ഈ സെറ്റും കഴുകാനുള്ളതാണ്. രാവിലെ പാല് കുടിച്ചിട്ട് പോയില്ല അത്. അച്ചോ കഴിച്ചിട്ട് പാത്രം ഈ പാത്രത്തിൽ കൊടുന്ന് വെച്ചോട്ടാ പ്ലേറ്റ്. ഓക്കെ. പുറത്തിറങ്ങി ഇനി ഒരു പണിയും ചെയ്യാൻ പറ്റാത്ത സ്ഥിതിക്ക് നമുക്ക് അകത്തുള്ള കുറച്ച് പണികളൊക്കെ ചെയ്യാട്ടാ. അപ്പോൾ നമ്മുടെ വർക്ക് ഏരിയ ഉണ്ട് പുറത്ത്. അവിടെ ഞാൻ ഇന്നലെ രാത്രി തുണി തിരുമ്പി തോരിയിട്ടിട്ടുണ്ടായിരുന്നു. ഇതാണ് എൻ്റെ അടുക്കളയുടെ കോലം. കണ്ട, ആകെ ഒരു സ്ലാബേ ഉള്ളൂ അടുക്കള സാധനങ്ങൾ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇങ്ങനെ ചറവറാന്ന് വെച്ചിരിക്കുകയാണ്. ഒതുക്കി വെച്ചാലൊക്കെ ഒതുങ്ങും. അതിനെ അവിടെ ഒതുക്കാൻ അപ്പുറത്ത് വർക്ക് ഏരിയ ഒന്നുമല്ല, ഒരു ഷെഡ്, ഒരു ഷീറ്റും കൊണ്ട് ഒരു ഷെഡ് ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ അവിടെ നമ്മൾ തിരുമ്പി തോരിയിടുക. അപ്പോൾ അവിടുത്തെ തുണികളൊക്കെ എടുക്കട്ടെ കേട്ടോ. അച്ചൂസിൻ്റെയും എൻ്റെയും അല്ലേ ഉള്ളൂ. പിന്നെ ഇവിടെ ആണെങ്കിൽ അന്ന് രാത്രിയാണോ പകലാണോ എനിക്ക് ഓർമ്മയില്ല, ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയതും ഒരു പാമ്പ്, ഇതിൻ്റെ ഉള്ളിൽ പാമ്പ് ഇല്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കണ്ട സാധനങ്ങൾ മൊത്തം ഇതിൻ്റെ ഉള്ളിലുണ്ട്. വിറകായിട്ടും പക്ഷിക്കൂടായിട്ടും കുറേ പേപ്പറുകളായിട്ടും ഒക്കെ നിറയെ ഇരിക്കുക. പഴയ സാധനങ്ങളൊക്കെ ഇതിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം ഇങ്ങനെ ഇടാൻ ഷീറ്റൊക്കെ മറിച്ചിട്ടുള്ളൊരു ഇതാണ്. അപ്പോൾ അതിന് തുണിയെടുക്കുകയാണ് ഇപ്പോൾ ഞാൻ. ഉണങ്ങി ഇതുള്ളത് ഒരു സൗകര്യം. നമ്മൾ ഓഫീസിലൊക്കെ പോണ സമയത്ത് തിരുമ്പിട്ടിട്ട് പോയാൽ മതി. വെയിലും കൊള്ളില്ല, മഴയും കൊള്ളില്ല, സുഖമാണല്ലോ. പാമ്പിനെ കണ്ടത് എവിടെയാണ്? അത് ഇവിടെ ഈ ഓലയൊക്കെ വെച്ചിട്ടില്ലേ, അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് നീങ്ങിപ്പോയി. അവിടുന്ന് ഒരു ഇങ്ങനെ എത്തിപ്പിടിച്ച് അങ്ങോട്ട് അകത്തേക്ക് കയറാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ശേഷം ചെറിയൊരു പേടി കേട്ടോ, അങ്ങോട്ട് ഇറങ്ങാനും. പേടി പറഞ്ഞാൽ അങ്ങനെയല്ല, നമ്മൾ അറിയാതെ ചവിട്ടിപ്പോയാലോ. കണ്ടാൽ പിന്നെ പ്രശ്നമൊന്നുമില്ലല്ലോ. അറിയാതെ ചവിട്ടിപ്പോയാലോ എന്നുള്ള പേടി മാത്രമേ ഉള്ളൂ. എനിക്കാണെങ്കിൽ കണ്ണുമില്ല മൂക്കുമില്ല, ഞാനൊരു പോക്കാണ്ട് പോവുക ചെയ്യുക. എങ്ങനെയാണെങ്കിൽ കാലിൻ്റെ ചോട്ടിക്ക് നോക്കിയുള്ള നടത്തമേ ഇല്ല. നേരെ അങ്ങോട്ട് പോവും, എന്താ കാര്യം വെച്ചാൽ ചെയ്യും, എന്നിട്ട് വരും. അതാണ് എൻ്റെ ഒരു പണി എന്ന് പറയണത്. അപ്പം തുണിയൊക്കെ ഇട്ട് ഇങ്ങനെ ഓരോരോ പണികളൊക്കെ ചെയ്യാൻ ഞായറാഴ്ച ദിവസങ്ങളെ പറ്റുള്ളൂ. അല്ലാത്ത ദിവസമൊന്നും തീരെ ടൈം പറഞ്ഞതില്ല. രാവിലെ നേരത്തെ പോകണല്ലേ. ഇനി അടുത്ത കൊല്ലമൊക്കെ തൊട്ട് അച്ഛനെ ഒറ്റയ്ക്ക് പറഞ്ഞേക്കാന്ന് വിചാരിക്കുകയാണ് സ്കൂളിലേക്ക്. ഞാനിങ്ങനെ കൂടെ നടക്കേണ്ട കാര്യമില്ലല്ലോ. ഒരു കൊല്ലമൊക്കെ കൂടെ നടന്നതായി. പിന്നെ വൈകുന്നേരമാണെങ്കിൽ അവനക്ക് നേരെ ഇങ്ങോട്ട് വരാൻ പറയാമെന്ന് വിചാരിക്കാം. നമ്മളെ സ്റ്റോപ്പിൽ വന്ന് ബസ് നിർത്തുമ്പോൾ അവനിങ്ങോട്ട് ഇറങ്ങി നടന്നു വന്നാൽ മതി. എൻ്റെ കൂടെ നടന്ന് ക്ഷീണിച്ച് വരണ്ടല്ലോ. ഇതിവിടെ ഉള്ളൊരു പൊളിഞ്ഞ കട്ടിലാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് കിടക്ക മടക്കി വെക്കൽ, പിന്നെ പുതപ്പ് വെക്കുക. കണ്ട, അതൊക്കെ ആ പുതപ്പാണ്. പിന്നെ തുണികൾ തിരുമ്പിയതെല്ലാം ഇവിടെ ഇങ്ങനെ വെക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു ഷെൽഫ് ഉണ്ട് കേട്ടോ. അല്ലാതെ ഇവിടെ അലമാരയൊന്നുമില്ല. ഇതുണ്ടോ ഈ ഷെൽഫ്, ചുമരത്തെ ഈ ഷെൽഫിലാണ് ഞാൻ മടക്കി മടക്കി വെക്കുക. ഇനി തുണി മടക്കി വെക്കാൻ വേണ്ടിയിട്ട് ഒരു നേരം അതിന് വേണം. തിരുമ്പി കൊടുന്ന് ഇതിൻ്റെ ഉള്ളിൽ ഡംപ് ചെയ്ത് വെക്കുക. പിന്നെ ഡെയിലി എടുക്കുന്നതും കൊണ്ടേ അതിൻ്റെ ഉള്ളിൽ മടക്കി വെച്ചാൽ അവിടെ ഇരിക്കൊന്നുമില്ല. ഇന്നിപ്പോൾ ഒരു ചുരിദാർ ഇട്ടിട്ട് പോയാൽ ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ ഞാൻ ആ ചുരിദാർ തന്നെ എടുത്ത് ഇടും. അതുകൊണ്ട് അങ്ങനെ മടക്കി ഇങ്ങനെ വെക്കാനുള്ള അങ്ങനെ മെൻറ്റാലിറ്റി ഒന്നും ഇല്ല കേട്ടോ. പിന്നെ ഒന്നാമത് ഞാൻ ഇവന് മാത്രമല്ലേ ഉള്ളൂ ഇവിടെ. അപ്പം അതിൻ്റേതായ ഒരു നീറ്റ്നെസ് കുറവ് നന്നായിട്ടുണ്ട് താനും. വേറെ ആരെയും നമ്മൾക്ക് ഇവിടെ ഒന്ന് കാണാനോ അങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടി വൃത്തിയിൽ സൂക്ഷിക്കാൻ നോക്കും. വൃത്തിയില്ലായ്കല്ല, ഒതുക്കല്ല, അതാണ് പ്രശ്നം. അപ്പോൾ തുണിയൊക്കെ കൊണ്ട് വെച്ചിട്ട് പിന്നെ ഞാനിവിടെ ഒന്ന് അടിച്ചു വാരി വിടാന്ന് വിചാരിക്കട്ടെ. ഇനി ഇത് തുടയ്ക്കാൻ വയ്യ, കാരണം ഇത് കുറേ പണി ചെയ്തതാണ്. അതായത് രാവിലത്തെ അമ്പലത്തിൽ പോക്ക് തന്നെ ഒരു പണിയായിരുന്നു. അപ്പോൾ എല്ലാവരും 3 റൂമേ ആകുള്ളൂ. ഒന്ന് ഈ അടുക്കള, ഒന്നിപ്പോൾ ആ ഒരു റൂം നമ്മളെ ഹാളില്ല, അത് പിന്നെ അപ്പുറത്തൊരു ബെഡ്റൂം തുണി കൊണ്ടുപോയിട്ടില്ലേ, അതിൽ 3 തന്നെ ഉള്ളൂ. അപ്പോൾ ഒന്ന് അടിച്ചു വരി വിട്ടിട്ട് കുറച്ച് നേരം ടീച്ചറെ വീട്ടില്ല, അച്ഛൻ്റെ ടീച്ചറെ ഇവിടെ അടുത്താൽ ഞാൻ പറയലില്ല. അപ്പോൾ അവിടെ പോയി കുറച്ച് നേരം ഒന്ന് വർത്താനം പറഞ്ഞിട്ട് വരാം. ഞാൻ ഉച്ചയായല്ലോ. അപ്പം ഇനി വൈകുന്നേരം വരെയൊക്കെ ഈ വെയിലിൽ പണിയൊന്നും നടക്കില്ല. അപ്പോൾ കുറച്ച് നേരം സംസാരിച്ചിരുന്നിട്ട് വരാമെന്ന് വിചാരിക്കാം. രാമച്ച ദാളിയാ എവിടെ? അയ്യോ, രാമച്ച താളി. രാമച്ച താളി അതെന്താ സാധനം എന്ന് അറിയാണ്ട് ഒരാൾ വായിക്കണേ, രാമച്ച ദാളി.
പോവാ ടീച്ചറെ വീട്ടിക്ക്. എൻ്റെ രാമച്ചതാളി. വാതിൽ പൂട്ടണ്ടേ? ആരാ പൂട്ടുക? പൂട്ടിക്കൂടപ്പോ. വെയില് വെയില്. ഈ വെയിലത്ത് എങ്ങനെ പുറത്തിറങ്ങി പാത്രമൊക്കെ കഴുകുക? എടാ പൂട്ടടാ. ഞാൻ ഒരു കൈ കൊണ്ട് എങ്ങനെ പൂട്ട? ഒരു കയ്യിൽ എൻ്റെ സെൽഫി സ്റ്റിക്ക്. ആ ശരി, അതൊക്കെ പിടിക്കാം. ഓ വെയില് പറ്റുന്നില്ല, സഹിക്കുന്നില്ല. പൂട്ടിയാ? പൂട്ടിയെങ്കിട്ടാ. ഞങ്ങൾ ഓഫീസിൽ പോണ വഴിയുണ്ടല്ലോ, അപ്പുറത്തെ വീട്ടിലത്തെ അമ്മൂമ്മ, അത് കൂടി കയറുക ചെയ്യാട്ടാ. അപ്പുറത്തേക്ക് ഞാൻ ചാടാന്ന് വിചാരിച്ചു, എളുപ്പ വഴി. അച്ചടാ കുഞ്ഞതിഥി. ഇന്ന് രാവിലെ പ്രസവിച്ചതാ? ആ ചെക്കനാ ചെക്കനാ ഇത് ചെക്കനാ? ആ അപ്പൊ ചത്തുപോയതോ? പെണ്ണായിരുന്നാ? ആ ഓ ഈ ആട് ഗർഭിണിയായിരുന്നാ? ഈ ഈ മുട്ടനാട് കുത്തും. നീ കുത്തൂലടാ? നീ കുത്തുന്നല്ലേ? കടിക്കാൻ പാടില്ല. അച്ഛൻ നോക്ക് കടിക്കുന്നു. കടിക്കാൻ പാടില്ല. കുത്തില്ല, അതിനെത്തൂലല്ലോ കുത്താൻ. പാവം. കുറച്ചും കൂടി അടുത്തേക്ക് പിടി, അതിനെത്തുന്നില്ല. കുഞ്ഞു സുന്ദരി വാവ. എന്റെ നീ കുളം പറിക്കുന്നില്ല അച്ഛൻ നിലത്ത്. നോക്ക് നോക്കാൻ ബുദ്ധിമുട്ടാർക്ക്. ഇത് ഇങ്ങനെ കുറച്ച് പാലൊക്കെ ഊട്ടിയിട്ടുണ്ട്. അത് നല്ല സൂപ്പറായിട്ടാണ്. കുറച്ച് കഴിഞ്ഞാൽ നടക്കും. ഒഞ്ചന് ഒഞ്ചന് പാപ്പുവനോ? ചുണ്ടരിക്ക് പാപ്പുവനോ? പുതിയ കുഞ്ഞുവാവയ്ക്ക് പാപ്പുവനോ? ഐ നല്ല രസമുണ്ട്. ഇതിൻ്റെ കരച്ചിൽ വീട്ടിലേക്ക് കേട്ടിരുന്നു. അപ്പോഴാണ് ഇവ അവിടെ ആട് പ്രസവിച്ചിട്ടുണ്ട്, ഞാൻ ഒന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഓടിക്കൊണ്ട് വന്നു. അപ്പോൾ അവിടെ ഇപ്പോൾ എത്ര കുട്ടികളാ? ഇതിൻ്റെ ഉള്ളിൽ പൂച്ചക്കുട്ടികൾ. ഇതാ അപ്പോൾ ഒരു കുഞ്ഞുവാവ ഉണ്ടായി. ഇനി അടുത്തത് എന്ത് കുട്ടിയാണാവോ ഉണ്ടാവാൻ പോണ്? അതെന്താ അങ്ങനെ ഉണ്ടായാവോ? ആ കുട്ടിയില്ലേ? അവിടെ പ്രസവിച്ചാ? நல்ல அளந்து நல்ல ஆடும் பாடு கால் கை ஒரு நிமையா இருக்கிறனால 10 நாள் போனா அப்புறம் நல்லா ஆடு. ഇതിന്റെ കുഞ്ഞാണത്. ഇന്ന് രാവിലെ പ്രസവിച്ച അതിന്റെ കുഞ്ഞ്. ഒരു കുഞ്ഞ് ചത്തുപോയല്ലേ? ഇതിന്റെ തലയിൽ ഇങ്ങനെ പ്രസവിച്ചു കഴിഞ്ഞാൽ എന്തോ തേച്ച് കൊടുക്കൂലേ? ആ അല്ല എണ്ണ. അവിടെ വീട്ടിലൊക്കെ വെക്കും. പശുവിനാ? ആട്ടിൻകുട്ടീനെ കണ്ടിട്ട് ഞങ്ങൾ ഇനി വർത്തമാനം പറയാം. അപ്പുറത്തെ വീട്ടിൽ അവൻ്റെ ടീച്ചറെ വീട്ടിലേക്ക് പോവാണ്. കണ്ട ജനിച്ച ആട്ടിൻകുട്ടീനെ? ഞാൻ ആദ്യമായിട്ടല്ലേ കാണുന്നത്. നീ പണ്ടൊക്കെ എന്ത് ചോദിക്കായിരുന്നു അറിയാം? ജനിച്ച അപ്പുള്ള ആട്ടിൻകുട്ടി എനിക്ക് എത്ര രൂപയാവും ചോദിക്കൂ, ആടിനെ വാങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ ആടിനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെ ചോദിക്കും, അമ്മ ഒരു ആട്ടിൻകുട്ടിക്ക് എത്ര രൂപയാവും? അപ്പം ഞാൻ പറയും 2000. 2000? അപ്പോൾ ഈ ജനിച്ച അപ്പുള്ള ആട്ടിൻകുട്ടിക്ക് എത്ര രൂപയാവും? മനസ്സിലായില്ല. നോക്കാൻ കഴിയില്ലാന്ന്. നോക്കാൻ കഴിയും, ആളുണ്ടെങ്കിൽ നോക്കാൻ കഴിയും. കുപ്പിപ്പാലൊക്കെ കൊടുത്തിട്ട്. എന്നാലും ഈ അമ്മേൻ്റെ പാല് കുടിക്കുന്ന ആരോഗ്യമൊന്നും ഉണ്ടാവില്ല. നമുക്ക് പൈസ കിട്ടുമ്പോൾ ഒരെണ്ണത്തിന് വാങ്ങാന്ന് ഇവൻ. അപ്പം ഞങ്ങൾ ഇവിടെ എത്തി. ഇനി കുറച്ച് നേരം ഇവിടെ വർത്താനം പറഞ്ഞിരുന്നിട്ട് വെയിലൊന്ന് മങ്ങട്ടെ, എന്നിട്ട് വീട്ടിലേക്ക് തന്നെ പോവാം. ഈ പൊരി വെയിലത്ത് എന്ത് ചെയ്യാനാ? ഞങ്ങൾ ടീച്ചറെ വീട്ടിൽ നിന്ന് തിരിച്ചു വന്നു. കുറച്ച് നേരം കിടന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു അല്ലേ അച്ഛോ? ഇപ്പം സമയം 3:45. അപ്പം ഇനി കുറച്ച് നേരം കിടക്കട്ടെ. ഉറങ്ങൊന്നുമില്ല, വെറുതെ കിടക്കുകയുള്ളൂ കേട്ടോ. ഉച്ചയ്ക്ക് പോയി കിടന്നതല്ലേ, ഉറങ്ങിയൊന്നുമില്ല കേട്ടോ, വെറുതെ കിടന്നു. അതുകൊണ്ടാണ് മുഖമൊക്കെ പോയി. കിടന്നാ പോയി.
അപ്പം ഇനി രാവിലത്തെ പോലെ തന്നെ ഉച്ചയ്ക്ക് നമ്മൾ പുറത്ത് വെയിലായ കാരണം കുറച്ച് പാത്രങ്ങൾ കഴുകാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ പാത്രങ്ങളൊന്ന് കഴുകിയെടുക്കണം. പിന്നെ കുറച്ച് തിരുമ്പാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇന്ന് തോർത്ത് മാത്രം തിരുമ്പിടാൻ വിചാരിക്കുക കേട്ടോ. ഞങ്ങൾക്ക് 4 തോർത്താണ്. ഞങ്ങൾ 2 പേരെങ്കിലും ഞങ്ങൾ 4 തോർത്താണ് ഉപയോഗിക്കുക. അതായത് അച്ചുവിന് 2 തോർത്ത്, എനിക്ക് 2 തോർത്ത്. നമ്മുടെ ഈ പൈപ്പിൽ ഒരുപക്ഷെ വെള്ളം വരുന്നുണ്ടാവും, ഉറപ്പില്ല, നോക്കട്ടെ. ഇത്ര പാത്രമാണ് നമുക്ക് കഴുകാനുള്ളത് കേട്ടോ, കുറച്ചുള്ളൂ. രാവിലെ ഒരു അടുക്ക് കഴുകിയതും കൊണ്ട് കുറച്ചുള്ളൂ. വെള്ളം വരുന്നുണ്ട്. എൻ്റെ കെട്ട് ലൂസായിരുന്നു, അതാണ് വെള്ളം അതിൽ കൂടെ പോണേ. അപ്പോൾ ഇത് കുതിർക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ച് വെക്കട്ടെ. ഞാൻ അവിടുന്ന് എടുത്തുകൊണ്ട് വരാനുള്ള അടുക്കളയിലാണല്ലോ ഞാൻ അത് വെച്ചത്. അപ്പോൾ എടുത്ത് കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ടും കൊണ്ട് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഉണങ്ങി പിടിക്കാതിരിക്കാൻ ചെറിയൊരു നനവ് മാത്രമേ ആ പ്ലേറ്റിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. വെള്ളത്തിൽ കുതിർത്തിട്ടാൽ പിന്നെ കഴുകാൻ എളുപ്പമായില്ല. പാത്രങ്ങൾ അവിടെ കിടന്ന് കുതിരട്ടെ, അപ്പോൾ പിന്നെ ആ തോർത്താണ് തിരുമ്പിയിടാം. ഞാൻ ഈ സ്ലാബിൽ വെച്ചാട്ടെ പലക്ക കുറച്ച് ദിവസമായിട്ട്. അവിടെ അലക്കുകല്ല് വേറെ ഉണ്ടെങ്കിലും ഇവിടെ വെച്ച് അലക്കാൻ ഒരു സുഖമാണ്. അവിടെ ഇരുന്ന് അലക്കാം. കുറച്ച് സോപ്പ് പൊടിയിലിട്ട് വെക്കാതെ, അപ്പോൾ വേഗം ആവുമല്ലോ. അച്ചൂസാണെങ്കിൽ കിടന്ന് എണീറ്റപ്പോൾ വിശക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ കൊടുക്കാനാണെങ്കിൽ ഇവിടെ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. ഉച്ചത്തെ ആ ചോറ് മാത്രമേ ഉള്ളൂ കേട്ടോ, അതും ചിക്കൻ കറിയും. അപ്പോൾ ഞാൻ അവനെ പഴം വാങ്ങിയിട്ട് വരാൻ വേണ്ടിയിട്ട് കടയ്ക്ക് വിട്ടതാണ്. തൊട്ടടുത്ത് തന്നെയാണ് കട. അപ്പം അങ്ങോട്ട് വിട്ടതാ. സോപ്പ് വെള്ളത്തിൽ വെള്ളം ഒഴിക്കട്ടെ, അല്ല സോപ്പ് പൊടിയിൽ വെള്ളം ഒഴിക്കുക. 4 തോർത്തിനുള്ളത് മാത്രം മതിയല്ലോ. ഉച്ചത്തെ ആ പൊരിവയിലൊക്കെ മാറിയിട്ട് നല്ല മഴക്കാറാണ്. സമയം ഇപ്പോൾ 6 മണിയായിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ട് ഇടി ഇങ്ങനെ മുഴങ്ങണമുണ്ട്. വാങ്ങിയോ? 42 രൂപ. അതെന്താ തിന്നണത്? അതെനിക്ക് വേണ്ട. എന്താ ഈ സാധനം? എന്തോ മിഠായി, ഗ്യാസ്. 50 പൈസ. പഴം വാങ്ങി. ആ 2 മിഠായിയാണ് വാങ്ങിയത്. അതിൽ 2 ചോക്കച്ചൊക്കെ ഒരു ബൂമറുണ്ട്. ഞാൻ വിചാരിച്ചു ആ 2 മിഠായി മാത്രം വാങ്ങിയിട്ട് വന്നതാണ്. എന്നൊരു പഴം കഴിച്ചോ? പോണ്ടേ? അപ്പത്തിന് അവൻ വന്നപ്പോൾ വിഷയത്തിൽ നിന്ന് പോയതാ. അപ്പോൾ നല്ല മഴക്കാറുണ്ട് കണ്ടോ, മഴക്കാർ എൻ്റെ പുറകിൽ. അപ്പോൾ രാത്രി എന്തായാലും മഴ ഉണ്ടാവുമെന്ന് വിചാരിക്കണു. അപ്പോൾ വലുതായിട്ടൊന്നും തിരുമ്പി മുറ്റത്തൊന്നും ഇടാൻ പറ്റില്ല. അപ്പോൾ തിരുമ്പിട്ട് നമ്മുടെ ആ ഷെഡുണ്ടല്ലോ, ഞാൻ ഉച്ചയ്ക്ക് തുണി എടുക്കാൻ പോയ ആ ഷെഡിൻ്റെ ഉള്ളിൽ തന്നെ കൊണ്ടുപോയി തിരുമ്പി തോരിയിടട്ടെ. അപ്പം ഇനി ഇന്നത്തെ പരിപാടികൾ എന്ന് പറഞ്ഞാൽ ആ പാത്രം കഴുകുക, പിന്നെ ആ 4 തോർത്ത് അലക്കിയിടുക, അതൊക്കെ തന്നെയുള്ളൂ. പിന്നെ രാത്രിക്ക് ഭക്ഷണം, ഉച്ചത്തെ ആ ചോറുണ്ട്, പിന്നെ ഈ പഴമായില്ലേ, അപ്പോൾ അത്രേ മതി. അപ്പോൾ ഇന്നത്തെ ദിവസം അതോടെ കഴിഞ്ഞു. അപ്പോഴത്തേന് ഇതൊക്കെ കഴിയുമ്പോഴൊക്കെ തന്നെ നേരെ ഇപ്പോൾ 8 മണിയാവും എന്ന് വിചാരിക്കുന്നു കേട്ടോ. ചിലപ്പോൾ ചോറ് തികഞ്ഞില്ലെങ്കിൽ ഒരു പുട്ടോ അല്ലെങ്കിൽ കുറച്ച് ഉപ്പുമാവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതിയാവും. ചോറ് തികയും, എന്തായാലും തികയും, പഴം കൂടി ഉള്ളതുകൊണ്ട് തികയും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അത്രേ ഉള്ളൂ. ഇന്നത്തെ ദിവസം പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് കഴിഞ്ഞ് വന്നത്. അപ്പോൾ ഇന്നത്തെ ഞായർ ഇവിടെ തീരാറായി. സമയം 6 മണി കഴിഞ്ഞല്ലോ. അപ്പം ഇനിയിപ്പോൾ വേറെ വീഡിയോ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരാം കേട്ടോ. അപ്പോൾ ടാറ്റാ, ബൈ ബൈ. അച്ഛൊരു ബൈ പറയാ. ബൈ ബൈ എന്നിങ്ങനെയല്ലേ പറയാ? ബൈ ബൈ.